പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗണിത് പ്രകാശ് ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് 2വിൻ്റെ ചാപ്റ്റർ 4 പേജ് നമ്പർ 73 ക്വസ്റ്റ്യൻ നമ്പർ 7 മുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ്വാരകനാഥ് പർച്ചേസസ് നോട്ട്ബുക്സ് അറ്റ് എ ഹോൾസെയിൽ പ്രൈസ് ഓഫ് ₹23.6 per piece and sell each notebook at ₹30. How much profit does he make if he sells 50 books in a week? അപ്പോൾ ദ്വാരകനാഥ് ഹോൾസെയിൽ പ്രൈസിലാണ് നോട്ട്ബുക്ക് പർച്ചേസ് ചെയ്തത്. എന്നിട്ടത് വിറ്റത് ഒരു നോട്ട്ബുക്കിന് ₹30 വെച്ചിട്ടാണ്. വാങ്ങിച്ചത് ഹോൾസെയിൽ പ്രൈസായ ₹23.6 ആണ്. വിറ്റത് 30ക്കാണ്. അപ്പോൾ 50 നോട്ട്ബുക്കുകൾ വിൽക്കുകയാണെങ്കിൽ അവൻ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? പ്രോഫിറ്റ് മെയ്ഡ് ഓൺ സെല്ലിങ് ഈച്ച് നോട്ട്ബുക്ക്. അതായത് ആദ്യം നമ്മൾ ഒരു നോട്ട്ബുക്കിനുണ്ടാക്കുന്ന പ്രോഫിറ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അതിന് ശേഷമാണ് നമ്മൾ 50 ബുക്സിന് അവനുണ്ടാക്കുന്ന പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു നോട്ട്ബുക്കിൻ്റെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെഴുതാം? പ്രോഫിറ്റ് മെയ്ഡ് ഓൺ സെല്ലിങ് ഈച്ച് നോട്ട്ബുക്ക് ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വാങ്ങിയത് പർച്ചേസ് ചെയ്തത് 23.6-നാണ്, വിറ്റത് 30ക്കാണ്. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 30യിൽ നിന്ന് 23.6 സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് കിട്ടും. എത്ര രൂപ ലാഭം കിട്ടിയെന്നുള്ളത് നമുക്ക് അറിയാം. വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 30 മൈനസ് 23.6 എന്ത് കിട്ടും? 30 മൈനസ് 23.6. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 30യുടെ കൂടെ ഒരു 0 ഇട്ട് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് 3 കട്ടായിട്ട് 2 ആവും, ഇവിടെ 9 ആവും, ഇവിടെ 10 ആവും. 10 മൈനസ് 6 ഈസ് 4, 9 മൈനസ് 3 ഈസ് 6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ₹6.4 എന്ന് കിട്ടി. അപ്പോൾ ഒരു നോട്ട്ബുക്കിൽ ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ₹6.4 ആണ്. അപ്പോൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? 50 ബുക്സിൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ പ്രോഫിറ്റ് മെയ്ഡ് ഓൺ സെല്ലിങ് 50 ബുക്സ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഒരു നോട്ട്ബുക്കിൻ്റെ പ്രോഫിറ്റിനെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 50 × 6.4. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ കഴിഞ്ഞ ദിവസം നമ്മൾ 2 മെത്തേഡ് പഠിച്ചിരുന്നു. ഈ ഡെസിമൽ നമ്പറിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കിയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഡെസിമൽ പോയിൻ്റ് മാറ്റിയിട്ട് നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ടും ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഡെസിമൽ പോയിൻ്റ് മാറ്റിയിട്ട് ചെയ്യുന്നു. അപ്പോൾ 64. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു 50 എന്നുള്ളതിൻ്റെ 5 മാത്രം വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ 0 ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ആൻസറിൻ്റെ കൂടെ 0 ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത്. മറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 0 ഇടാതെ ചെയ്യുന്നു. 5 4s are 20, 6 5s are 30 + 2 32. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഒരു 0യും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക, അല്ലെ പിന്നെ നിങ്ങളത് മറന്നു പോകും. അപ്പം 3200 എന്ന് കിട്ടി. ഇനി ഇവിടെ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 പ്ലേസ് മാറിയിട്ട് ഡെസിമൽ പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 320 എന്ന് കിട്ടി. റുപ്പീസ് 320 ആണ് 50 നോട്ട്ബുക്സിൽ അവന് കിട്ടിയ ലാഭം എന്ന് പറയുന്നത്, അവനുണ്ടാക്കുന്ന ലാഭം. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. Given that 18 × 12 is equal to 216, find the products. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് 18 × 12 എന്ന് പറയുന്നത് 216 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ? ഇവിടെ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 6ഉം ഈ സെയിം ഡിജിറ്റുകൾ വെച്ചിട്ടുള്ളതാണ്. അതായത് 18ഉം 12ൻ്റെയും ഡിജിറ്റ്സുകൾ വെച്ചിട്ടാണ്. പക്ഷേ അവിടെ ഡെസിമൽ പോയിൻ്റ് ഇട്ടിട്ടുള്ള നമ്പേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ ഇൻ വിച്ച് ഓഫ് ദി കേസസ് എബവ് ഈസ് ദ പ്രൊഡക്റ്റ് ലെസ് ദാൻ 1. ഇതിനകത്ത് ഏതിനാണ് ഈ നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1ൽ കുറവായിട്ടുള്ള ആൻസർ കിട്ടുന്നത്? അതായത് പ്രൊഡക്റ്റ് 1ൽ കുറവായിട്ട് കിട്ടുന്നത് ഏതിനാണ് എന്നുള്ളത് നമ്മളിവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫസ്റ്റ് 1 എന്ത് വരും? എ ചെയ്താൽ
18 ഇൻറ്റു 1.2. അപ്പോൾ നമുക്കിവിടെ 18 ഇൻറ്റു 12 എത്രയാണ് എന്ന് തന്നിട്ടുണ്ട്? 216 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡെസിമൽ പ്ലേസ് എത്രയുണ്ട്? 1 ആണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാറി പോയിൻ്റ് ഇടുന്നു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 21.6 എന്ന് കിട്ടി. ഇനി ബി ചെയ്താൽ 18 ഇൻറ്റു 0.12. അപ്പോൾ ഇവിടെ ഡെസിമൽ പ്ലേസസ് 2 ആണുള്ളത്. അപ്പോൾ ഇവിടെ എവിടെ വരും നമ്മുടെ ഡെസിമൽ പോയിൻ്റ്? ഇവിടെ നിന്ന് 2 പ്ലേസസ് ഇങ്ങോട്ട് മാറിയിട്ട് വരും. അപ്പോൾ 2.16 എന്ന് വരും. ഇനി അടുത്തത് സി. 1.8 ഇൻറ്റു 1.2. ഇവിടെയും ഡെസിമൽ പ്ലേസസ് എത്ര എണ്ണമുണ്ട്? 2 എണ്ണമുണ്ട്. അപ്പോൾ എവിടെ വരും? ഇവിടെ നിന്ന് 2 പ്ലേസസ് മാറി ഇവിടേക്ക് വരും. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഇനി അടുത്തത് ഡി. 0.18 ഇൻറ്റു 0.12. ഇവിടെ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടെന്ന് നോക്കിയേ. ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പം മൊത്തം 2 + 2 4 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ആൻസറിനകത്ത് 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4 ആകാൻ വേണ്ടി ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 0.0216 എന്ന് വരും. ഇനി അടുത്തത് ഈ 0.018 ഇൻറ്റു 0.012. അപ്പോൾ അതാ ഇവിടെ 3 ഡെസിമൽ പ്ലേസസ് ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. അപ്പം 3 + 3 6 വരും. പക്ഷേ നമ്മുടെ നമ്പറിനകത്ത് നമുക്ക് 3 ഡിജിറ്റ്സേ ഉള്ളൂ. നമുക്ക് മൊത്തം ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് എത്ര എണ്ണം വേണം? 3 + 3 6 വേണം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 3 ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 3 സീറോസും കൂടെ ഇട്ട് കൊടുത്തിട്ടായിരിക്കണം ഡെസിമൽ പോയിൻ്റ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 0.000216. അപ്പോൾ നിങ്ങൾ ഡെസിമൽ പ്ലേസസ് 2 നമ്പറിൻ്റെയും കൗണ്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് അത്രയും ഡെസിമൽ പ്ലേസസ് നമുക്ക് ഉണ്ടായിരിക്കണം. അതനുസരിച്ച് നിങ്ങൾ നമ്പറിൻ്റെ ഫ്രണ്ടിൽ 0 ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് എഫ്. 1.8 ഇൻറ്റു 12. അപ്പോൾ ഇവിടെ 216നകത്ത് എത്ര ഡെസിമൽ പ്ലേസസ് വരണം? ഒരെണ്ണം. അപ്പോൾ എന്ത് കിട്ടി? 21.6 എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ഈ തന്നിരിക്കുന്നതിനകത്ത് പ്രൊഡക്റ്റ് <1 വരുന്ന കേസസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1ൽ കുറവ് വരുന്നത്. 21 1നേക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. അപ്പോൾ ഇതല്ല. 2.16 1നേക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. 2.16 1നേക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. ഇവിടെ 0.0216 ഇതെന്താണ്? 1നേക്കാട്ടിൽ ലെസ്സാണ്. ഇതും എന്താണ്? 1നേക്കാട്ടിൽ ലെസ്സാണ് അല്ലേ? 0.000216. 21.6ഉം 1നേക്കാട്ടിൽ ലെസ്സല്ല. അപ്പോൾ 2 കേസസാണ്. ഏതൊക്കെയാണ്? ഡിയും ഇയും. നമ്മുടെ ആൻസർ എന്തെഴുതാം? ഹെൻസ് the product is less than 1 in the cases ഏതൊക്കെയാണ്? ഡിയും ഇയും. ഡി ആൻഡ് ഇ. അപ്പോൾ നമ്മുടെ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.